ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് മറ്റൊരു ഹെൽത്തി ജ്യൂസിനെ പരിചയപ്പെട്ടാലോ. ABC ജ്യൂസ്. ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചേർത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ്. ABC ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഒരു മിറാക്കിൾ ജ്യൂസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ഇത് നമ്മുടെ ബോഡിക്ക് ആകെ മൊത്തം ടോട്ടൽ ഒരു ഹോളിസ്റ്റിക് വെൽഫെയർ നൽകുന്നതിനോടൊപ്പം എനർജി ലെവൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ ഒരു റീഫ്രഷ്നെസ് നൽകുകയും ചെയ്യും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ആപ്പിളിൻ്റെ. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളാലും സമ്പുഷ്ടമായ ആപ്പിള് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനൊപ്പം ഇൻഫെക്ഷനെതിരെയും ഫൈറ്റ് ചെയ്യുന്നു. ഫൈബറുകളാൽ സമ്പുഷ്ടമായതിനാൽ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് സഹായിക്കുന്നു. അടുത്തതായി ഞാൻ എടുത്തേക്കുന്ന ഒരു ക്യാരറ്റാണ്. ഇതിനെ പീൽ ചെയ്യുന്നു. ക്യാരറ്റ് അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിനാലും വൈറ്റമിൻ എ ആലും കൊണ്ടാണ്. ഇത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സ്കിൻ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതായത് സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കുകയും അതുപോലെ യങ് ലുക്ക് നൽകുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ബീട്രൂട്ട്. ഇത് ന്യൂട്രീഷൻ്റെ ഒരു പവർ ഹൗസ് ആണെന്ന് തന്നെ പറയാം. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ അകത്ത് അയണും പൊട്ടാസ്യവും ഫോളേറ്റും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. തന്നെയുമല്ല ഇതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള വാസോ ഡയലിറ്റേഷൻ എഫക്റ്റും കൂടിയുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്. വയറ്റിലെ ഡൈജഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഒരു പിഞ്ച് സോൾട്ട്. ഇനി മധുരം ആവശ്യമുള്ളവർക്ക് ഹണി ചേർക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഒരു ജ്യൂസറിനകത്തിട്ട് അടിച്ചെടുക്കാം. ഇത് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ജ്യൂസറാണ്. ഇത് വർക്ക് പ്ലേസിലാണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫിൽറ്ററും കൂടി ഇൻബിൽറ്റ് ആയതുകൊണ്ടാണ് വർക്ക് പ്ലേസിൽ ഇത് കൂടുതൽ കംഫോർട്ടാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്താൽ വളരെ നന്നായിരിക്കും. ഇത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. സമയക്കുറവുള്ളപ്പോൾ മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. കാരണം ഇത് നമ്മളിങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഫൈബർ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കരുത്. കാരണം ഇത് ഓക്സിഡേഷൻ സംഭവിക്കും, ടേസ്റ്റ് വ്യത്യാസവും വരും. അല്ലെങ്കിൽ ഇതിനെ ഫ്രീസ് ചെയ്തിട്ട് പിന്നീടുള്ള ആവശ്യത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയമുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ സാധാരണ മിക്സി എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുകയാണ് പതിവ്. അതിൻ്റെ കൂട്ടത്തിൽ ചിയാ സീഡ് കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിയാ സീഡ് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതും നല്ലൊരു സ്മൂത്തി വെർഷനാണ് കേട്ടോ. രണ്ട് രീതിയിലും കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ അളവ് കിട്ടാനായിട്ട്. ക്യാരറ്റും അതുപോലെ 2 എണ്ണം എടുക്കാവുന്നതാണ്. എന്നാൽ ബീട്രൂട്ട് മാത്രം ഈ ക്യാരറ്റിൻ്റെയും ആപ്പിളിൻ്റെയും പകുതി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഹൈ ആയിട്ട് ഓക്സലേറ്റ് കണ്ടന്റ് ഉണ്ട്. ഇത് കിഡ്നിയിൽ സ്റ്റോൺ ഫോർമേഷന് കാരണമാക്കും. നമുക്ക് ഒരു അരിപ്പ് കൊണ്ട് ഇതിനെ അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഞാനിങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതെല്ലാം നഷ്ടപ്പെടും. അരിക്കാതെ ഉപയോഗിക്കണമെങ്കിൽ വാട്ടർ കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് കുടിക്കാവുന്ന പരുവത്തിൽ കിട്ടും. ABC ജ്യൂസ് നമ്മൾ റോ ആയിട്ട് ഇങ്ങനെ കുടിക്കുന്നത് കാരണം അതിൻ്റെ അകത്തെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ സിയും പോളിഫെനോൾസും ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രീമച്വർ ഏജിങ്ങിനെ തടയുന്നത്. അതുപോലെ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് സ്കിൻ ഗ്ലോയും വൈറ്റനിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഇതും കൊണ്ടുണ്ട്. പ്രത്യേകിച്ച് ഐസൈറ്റ്, ഇമ്മ്യൂണിറ്റി, ബ്രെയിൻ ഫങ്ഷൻ ഇവയെ കൂട്ടുന്നു. കൂടാതെ ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അത് ഇൻഡിവിജ്വൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഓവർ കൺസപ്ഷൻ നല്ലതല്ല. ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഉപയോഗിച്ചാൽ മതി. തന്നെയുമല്ല ബീട്രൂട്ടിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഈ BP ഫോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കിഡ്നി സ്റ്റോണിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you the next.